നമസ്കാരം. സ്റ്റേജ് നിർമ്മാണത്തിലെ പിഴവാണ് ഉമാ തോമസിനുണ്ടായ അപകടത്തിന് കാരണമായതെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി സംഘാടകർ. ഒരു പരിപാടിക്കും സ്റ്റേജിൽ മുൻവശത്ത് ഇരുമ്പ് പൈപ്പിംഗ് വയ്ക്കാറില്ലെന്നും അലങ്കാരങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളതെന്നും സംഘാടകർ പറയുന്നു. റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചതാകാമെന്നും ന്യായീകരിക്കാൻ പറയുന്നതല്ലെന്നും സംഘാടകർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണ്. ഞങ്ങൾ ബാക്കി പരിപാടികൾ നിർത്തിവെക്കുകയാണ്. 50ഓളം രാജ്യങ്ങളിൽ നിന്ന് ഈ ഗിന്നസ് പരിപാടി അവതരിപ്പിക്കാനായി മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കാത്തിരിക്കുകയായിരുന്നു. അതിനാലാണ് ഗിന്നസിന്റെ പരിപാടി മാത്രം നടത്തിയതെന്നും സംഘാടകരിൽ ഒരാൾ വിശദീകരിച്ചു. വേണ്ട അനുമതികളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പുറകുവശം വഴി കയറാനുള്ള വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. 8 അടിയുള്ള സ്റ്റേജാണ്. ന്യായീകരിക്കാൻ പറയുന്നതല്ല. റിബണിൽ അവർ പിടിച്ചു പോയതാകാം. ഒരു സ്റ്റേജിലും മുൻവശത്ത് ഇരുമ്പ് ബാരിക്കേഡ് ഉണ്ടാകാറില്ല. ക്ഷണിക്കപ്പെട്ട 10 പേർ മാത്രം സ്റ്റേജിലുണ്ടാവുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ വിളക്ക് കത്തിക്കുന്നത് ഈ സ്റ്റേജിലേക്ക് പോയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ ഇതിലേക്ക് കയറിയെന്നും സംഘാടകർ വിശദീകരിച്ചു. അപകടത്തിന് കാരണം സുരക്ഷാ വീഴ്ചയാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരുന്നില്ല. റിബൺ കെട്ടിയാണ് സ്റ്റേജിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത്. ഒരു നില ഉയരത്തിലായിരുന്നു സ്റ്റേജ്. ഗ്യാലറിയിലെ കസേരകൾ മാറ്റിയാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചത്. സംഭവത്തിന് ദൃക്സാക്ഷികളായവരും വിരൽ ചൂണ്ടുന്നത് സുരക്ഷാ വീഴ്ചയിലേക്കാണ്. ഉമാ തോമസ് MLA ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലം കൊടുത്തത് കൈവരി പോലെ നീളത്തിൽ സ്റ്റീൽ കമ്പികളിൽ കെട്ടിയ റിബണിലായിരുന്നു. എന്നാൽ ഇതിന് ബലമില്ലാത്തത് കാരണം ബാലൻസ് നഷ്ടപ്പെട്ട ഉമാ തോമസ് കൈവരിയോടൊപ്പം താഴേക്ക് പതിച്ചു. കോൺക്രീറ്റ് ഭിത്തിയിൽ തലയിടിച്ചു വീണ ഉമാ തോമസിന്റെ മുഖത്ത് മുഴുവൻ രക്തമായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിന് സാക്ഷിയായി മന്ത്രി സജി ചെറിയാനും ഉണ്ടായിരുന്നു. ബാരിക്കേഡിന് പകരം റിബണാണ് കെട്ടിയിരുന്നത്. ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അവർ കയറി വന്ന് കൈ കാണിച്ചു. എന്നിട്ട് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ റിബണിൽ പിടിക്കുകയായിരുന്നു. പിന്നാലെ താഴേക്ക് വീണു. നല്ല വീഴ്ചയാണ് വീണത്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 18 അടി ഉയരത്തിലാണ് സ്റ്റേജ് ഉണ്ടായിരുന്നതെന്നും താഴേക്ക് ആൾ വീഴാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ദൃക്സാക്ഷികളും വ്യക്തമാക്കി. സ്റ്റേജിൽ കുറച്ച് സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ കസേരയിട്ടാൽ പിന്നീട് അതിലൂടെ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. ആദ്യം വന്നിരുന്നത് സജി ചെറിയാനാണ്. അതിനുശേഷം ഉമാ തോമസ് വന്നു. 3 വരികളായിട്ടാണ് സ്റ്റേജ് ക്രമീകരിച്ചിരുന്നത്. സ്റ്റേജിന് മുകളിൽ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു. മുകളിൽ നിന്ന് 1ാമത്തെ വരിയിലേക്ക് ഉമാ തോമസ് നടന്നു വന്നു. അവിടുത്തെ കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാലൻസ് പോവുകയും റിബൺ പോലെ കെട്ടിയ കൈവരിയിൽ പിടിക്കുകയുമായിരുന്നെന്നും ദൃക്സാക്ഷി പറയുന്നു. അപകടത്തിൽപ്പെട്ട ഉമാ തോമസ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. നിലവിൽ വെന്റിലേറ്ററിലാണുള്ളത്. തലച്ചോറിന് ക്ഷതമേറ്റതായി ഡോക്ടർമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. വാരിയലിന് പരിക്കേറ്റിട്ടുണ്ട്. ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. തലച്ചോറ്, വാരിയൽ, ശ്വാസകോശം എന്നിവയ്ക്ക് പരിക്കുകളുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ നിലവിൽ ആവശ്യമില്ല. രക്തസ്രാവം നിയന്ത്രണ വിധേയമാണ്. വിദഗ്ധ പരിശോധനകൾ നടക്കുകയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. CT സ്കാൻ, MRI സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമാണ് MLA വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. ബോധം, പ്രതികരണം, ഓർമ്മ എന്നിവയൊക്കെ ബാധിക്കുന്ന മുറിവുകളാണ് ഉണ്ടായത്. പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല. ആന്തരിക രക്തസ്രാവം ഇല്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. വെന്റിലേറ്ററിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഉമാ തോമസ്. മന്ത്രിമാരായ സജി ചെറിയാൻ, P രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് 12,000 നർത്തകർ അണിനിരക്കുന്ന നൃത്ത പരിപാടി കാണാനെത്തിയതായിരുന്നു ഉമാ തോമസ് MLA. ഗിന്നസ് റെക്കോർഡിനായി സംഘടിപ്പിച്ച മൃദംഗനാദം നൃത്ത പരിപാടിക്കിടയിലാണ് അപകടമുണ്ടായത്. ബെന്നി ബെഹനാൻ MP, ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലുണ്ട്. മുഖം കുത്തിയാണ് ഉമാ തോമസ് MLA വീണത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും അമിതമായി രക്തം വരുന്നുണ്ടായിരുന്നു. വീഴ്ചയിൽ ഉമാ തോമസ് MLAക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു.